ശിവനെ മാത്രം തൊഴുകുന്ന ഒരാൾ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ മാത്രം പോകുന്ന ഒരാള് ഒരു ദിവസം എന്തെങ്കിലും മറ്റു കാരണത്താല് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നു. പിന്നീട് അയാൾക്കുള്ളിൽ ഭയമായിരിക്കും, ഇനി ശിവൻ എന്തെങ്കിലും തോന്നുമോ, അല്ലെങ്കിൽ ശിവൻ അത് കാരണം അദ്ദേഹത്തിനോട് കോപിക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും, അതായത് ഭക്തിയുടെ മറ്റൊരു ലെവലാണ്. അത് നോക്കൂ, 3 തരത്തിലുള്ള അനുഷ്ഠാനമുണ്ട്. ഒന്ന് പശുസമബുദ്ധി. പശുസമബുദ്ധിയായിട്ടുള്ള ആൾക്കാരെ പൂജാമണ്ഡലത്തിൽ പ്രവേശിപ്പിക്കരുത്. പിന്നെ വീരോപാസകരായിരിക്കും പൂജാമണ്ഡലത്തിലൊക്കെ ഇരിക്കുന്നവര്. അതൊന്നും വിശദമായിട്ട്. അടുത്തത് 3ാമത്തെ ഘട്ടം ദിവ്യോപാസകരാണ്. ദിവ്യോപാസകർ അതിനൊക്കെ മോളിപ്പോയവരാ. പശുസമബുദ്ധിയായി ഇപ്പൊ ഈ പറഞ്ഞത്. ഗണപതിക്ക് കൊടുത്ത ഉണ്ണിയപ്പത്തിലോ ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, മനസ്സിലായോ? ഞാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഭസ്മം തൊട്ടുകൊണ്ട് പോയതുകൊണ്ട് ഭഗവാൻ എന്നോട് ദേഷ്യം വരുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ പശു ബുദ്ധികൾ എന്ന് വിളിക്കും. അവരെ പൂജാമണ്ഡലത്തിൽ പ്രവേശിപ്പിക്കരുത്. അത് പൂജ ചെയ്യുന്നതിന് യോഗ്യരല്ല. പൂജ അവർ തൊഴാൻ മാത്രമേ യോഗ്യരായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറയും ദീപാരാധനയായി തൊഴുതോളൂ. അപ്പൊ തൊഴൂലേ? അങ്ങനെ അതിനു വേണ്ടി മാത്രമേ അവർക്ക് പറ്റുള്ളൂ.